എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിലെല്ലാം തകിടം മറിഞ്ഞു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറില്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആര് നമ്മെ താങ്ങും എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിൻ്റെ സ്ഥാനത്ത് നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവത്തിനും മുൻപേയുള്ളവനാണ്, സകലത്തിനും ആധാരമായിരിക്കുന്ന ക്രിസ്തു. അതെ, ഇന്നത്തെ വചനചിന്ത: അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കൊലോസ്യർ 1:17. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം കാണുന്ന എല്ലാറ്റിനും ഒരടിസ്ഥാനമുണ്ട്. ഒരു ഭവനത്തിന് അടിത്തറയുണ്ട്, ഒരു വൃക്ഷത്തിന് വേരുണ്ട്, ഒരു നദിക്ക് ഒരു ഉറവുണ്ട്. എന്നാൽ ഈ സർവ്വസൃഷ്ടിക്കും ആധാരമായിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ തിരുവചനം ഒരേ ഒരു മറുപടിയാണ് നൽകുന്നത്: ക്രിസ്തു. ഈ വചനത്തിൽ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, കാലത്തിൻ്റെ ഒരു ഭാഗമല്ല, സൃഷ്ടിക്കപ്പെട്ടവരിൽ ഒരുവനുമല്ല. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. സമയം ആരംഭിക്കുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്നു. ഭൂമി രൂപം കൊള്ളുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശ്വാസം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവിക മഹത്വത്തിൽ നിലകൊണ്ടവൻ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നത് ക്രിസ്തുവിൽ മാത്രമാകുന്നത്. അവനെ വിട്ടുള്ള ജീവിതം ദിശയറ്റ കപ്പൽ പോലെയാണ്. പുറമെ മനോഹരമെങ്കിലും ഉള്ളിൽ ശൂന്യത നിറഞ്ഞതായിരിക്കും. ഈ വചനം മറ്റൊരു മഹത്തായ സത്യം നമ്മോട് പറയും: അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അഥവാ ഈ ലോകം നിലനിൽക്കുന്നത് അവൻ്റെ ശക്തിയാലാണ്. സൂര്യൻ തൻ്റെ പഥത്തിൽ സഞ്ചരിക്കുന്നത് അവൻ്റെ കൽപ്പനയാൽ. കടൽ തൻ്റെ അതിരുകൾ ലംഘിക്കാത്തത് അവൻ്റെ അധികാരത്താൽ. മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലും അവൻ്റെ കരുണ കൊണ്ടാണ്. നാം പലപ്പോഴും നമ്മുടെ ബുദ്ധിയെയാണ് ആശ്രയിക്കുന്നത്, സമ്പത്തിനെയാണ് ഒരു ഉറപ്പായി കരുതുന്നത്, മനുഷ്യബന്ധങ്ങളെയാണ് ജീവിതത്തിൻ്റെ താങ്ങായി കാണുന്നത്. പക്ഷേ ഒരു നിമിഷം മതി എല്ലാം മാറിപ്പോകാൻ. എന്നാൽ മാറാത്ത ഒരുവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാറ്റടിക്കുമ്പോൾ വേരുറച്ച വൃക്ഷം വീഴാത്തതുപോലെ ക്രിസ്തുവിൽ ആധാരമിട്ട ജീവിതം തകരുകയില്ല. പരീക്ഷണങ്ങൾ വരാം, കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങൾ വരാം, മനുഷ്യർ നമ്മെ ഉപേക്ഷിച്ചു പോയെന്ന് വരാം. എന്നാൽ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹപൂർണമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകം പുറമെ പുരോഗതിയുടെ കൊടുമുടി നിൽക്കുന്നുവെന്ന് തോന്നാം. എന്നാൽ ഉള്ളിൽ മനുഷ്യഹൃദയം തകർന്നുകൊണ്ടിരിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവത്വം, സ്നേഹം ക്ഷയിച്ച സമൂഹം. ഇതിൻ്റെ കാരണം മനുഷ്യൻ ആധാരത്തെ വിട്ട് അകന്നു പോകുന്നതാണ്. വേരിൽ നിന്ന് വേർപെട്ട കൊമ്പ് ഉണങ്ങിപ്പോകുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അകന്ന ആത്മാവും അതുപോലെ ശൂന്യമാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം നമ്മെ ആ ഒരു ക്ഷണത്തിലേക്ക് വിളിക്കുന്നു: ജീവിതത്തിൻ്റെ ആധാരമായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തുവായിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ കർത്താവായിരിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ ശക്തി അവനായിരിക്കട്ടെ. കാരണം അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവസാനമായി ഒരു കൊടുങ്കാറ്റ് വന്നാൽ മണലിന്മേൽ പണിത വീട് തകരും, എന്നാൽ പാറമേൽ പണിത വീട് നിലനിൽക്കും. ക്രിസ്തുവെന്ന പാറമേൽ നിൽക്കുന്ന ജീവിതം ഒരിക്കലും നശിക്കുകയില്ല. ലോകം മാറിയാലും, കാലം കടന്നുപോയാലും, മനുഷ്യർ മാറിയാലും, നമ്മുടെ ആധാരമായ ക്രിസ്തു എന്നേക്കും അതേപോലെ നിലനിൽക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആ നിത്യ ആധാരത്തിന്മേൽ ഉറച്ച് നിൽക്കുന്നവരാകട്ടെ. അതെ, അവൻ സകലത്തിനും ആധാരമായവനാണ്. ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.